മാത്രമല്ല, ഇപ്പോൾ വിദ്യാഭ്യാസ രംഗം തന്നെ പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ രംഗം 2016 ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ രാജ്യത്തെ 100 സ്ഥാപനങ്ങളെ ആദ്യത്തെ 100 സ്ഥാപനങ്ങൾ എടുത്താൽ അതിൽ കേരളത്തിൽ നിന്നുള്ള ഒരു സ്ഥാപനത്തെയും കാണില്ലായിരുന്നു. ഇപ്പം എന്തായി? 2021 LDFന് തുടർ ഭരണം ജനങ്ങൾ സമ്മാനിച്ചപ്പോൾ ഗവൺമെൻറ് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഹബ്ബാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചു. 6000-ൽ പരം കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചത്. നല്ല മാറ്റം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാറ്റം, ഉയർന്ന കോഴ്സുകൾ, ലാബ്, ലൈബ്രറി, അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി. നമ്മുടെ അക്കാദമിക് രംഗം ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് ഉയർന്നു നിൽക്കാൻ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കഴിഞ്ഞു. അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ, അതിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച അക്കാദമിക് വിദഗ്ധരും പണ്ഡിതരും അടങ്ങുന്ന കമ്മീഷൻ, അവരുടെ പഠനവും ശുപാർശയും നമ്മുടെ കേരളത്തിൽ നടപ്പാക്കിയ 4 വർഷ ഡിഗ്രി കോഴ്സ് ഇപ്പോൾ ഗവൺമെൻറ് ഡിഗ്രി തലം വരെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം, ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം. അതോടൊപ്പം ഗവേഷണ രംഗത്തിന് വലിയ മുൻതൂക്കം. ചുരുക്കത്തിൽ ഇപ്പോഴെവിടെ എത്തി? രാജ്യത്തെ ആദ്യത്തെ 6 യൂണിവേഴ്സിറ്റികൾ എടുത്താൽ അതിൽ 2 കേരളത്തിലുള്ളതാണ്. ഇതാണ് മാറ്റം. രാജ്യത്തെ ആദ്യത്തെ 100 കോളേജുകൾ എടുത്താൽ അതിൽ 18 കേരളത്തിലുള്ളതാണ്. ഇന്ന് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ ശാക്തീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ യുവത ആഗ്രഹിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖല. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ്. തത്സമയമാണ് കണ്ടത്.